ഇനി ആരാണ്? ഹോളി റൂഹ ലോർഡ്. ഇന്ന് തിരുസഭയെയും നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധീകരണത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മുടെ ആശ്രമം തന്നെ ആരുടെ പേരിലാണ്? പരിശുദ്ധാത്മാവ്, പരിശുദ്ധ റൂഹ. യെസ്, ഫ്രം ദിസ് സൈഡ്. പരിശുദ്ധ റൂഹ തമ്പുരാന്റെ ആശ്രമം. പരിശുദ്ധ റൂഹ തമ്പുരാന്റെ ആശ്രമം. പരിശുദ്ധ റൂഹ സ്വന്തമാക്കി. പരിശുദ്ധ റൂഹായുടെ സ്വന്തം ആശ്രമം. എന്റെയാണോ? അല്ല. എന്റെയാണോ? അല്ല. ആശ്രമം പരിശുദ്ധ റൂഹായുടെ. ഓക്കെ. പരിശുദ്ധാത്മാവ് ഓരോ സ്വരത്തിലൂടെ വഴി നടത്തുന്നു. ഏതാണ് ശരിയെന്ന് പറഞ്ഞു തരും. ഓക്കെ. സത്യാത്മാവ് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിച്ച് വഴി നടത്തും. കൃത്യം ഏതാണ്? കൃത്യം പറഞ്ഞു തരും. നമ്മളത് കൃത്യം ചെയ്യോ? പരിശുദ്ധ റൂഹ തമ്പുരാൻ നമ്മളെ പുണ്യങ്ങളിൽ വളർത്തും. ഒരു നന്മ ചെയ്യണമെങ്കിൽ ഗോഡ് സ്പിരിറ്റ് ഷുഡ് അബൈഡ് ഇൻ യു, ബിക്കോസ് ഗോഡ് ഇസ് ദി സോഴ്സ് ഓഫ് ഓൾ ഗുഡ്നെസ്. അപ്പോൾ ആ ഒരു നന്മ, ഗോഡ് സ്പിരിറ്റ് ആകുന്ന ഗുഡ്നെസ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മളെ കാലിടറി വീഴാതെ പരിശുദ്ധ റൂഹ തമ്പുരാന് നമ്മളെ നന്മയിലൂടെ നടത്താൻ സാധിക്കും. പുണ്യങ്ങളുടെ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. പുണ്യങ്ങൾ എന്ന് പറയുമ്പോൾ ദൈവിക പുണ്യങ്ങളുണ്ട്. ദൈവമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ ദൈവം തന്നെ നിക്ഷേപിച്ചിട്ടുള്ള ദൈവിക പുണ്യങ്ങൾ. അപ്പോൾ അത് വളർത്തിക്കൊണ്ടുവരണം. പിന്നെ മാനുഷിക സുഹൃതങ്ങൾ, മാനുഷിക പുണ്യങ്ങളുണ്ട്. അതിൽ തന്നെ മൗലിക സുഹൃതങ്ങളുണ്ട്. അപ്പോൾ പുണ്യങ്ങളിൽ നമ്മളെ വളർത്തും. അങ്ങനെയല്ലേ പുണ്യവാനും പുണ്യവതിയൊക്കെ ആവാം. പുണ്യങ്ങൾ നിറഞ്ഞവനാണ് പുണ്യവാൻ. പുണ്യങ്ങൾ നിറഞ്ഞവളോ പുണ്യവതി. പുണ്യങ്ങൾ നിറയാതെ പുണ്യവതി എന്ന് വിളിക്കാൻ പറ്റുമോ? പരിശുദ്ധ റൂഹ തമ്പുരാൻ നമ്മളെ പാപങ്ങളെ കാല് വഴുതി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്യും. കാല് വഴുതി വീഴാതിരിക്കാൻ. ഇത് ഏതെങ്കിലും സങ്കീർത്തനത്തിൽ ഓർക്കുന്നുണ്ടോ? സാം 91. കാൽ വഴുതി വീഴാൻ അനുവദിക്കില്ല. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിക്കുമ്പോഴേക്കും കർത്താവ് ഞങ്ങളുടെ കാലിനും എന്നെ താങ്ങി നിർത്തും. വേറെ ഇസ്രായേലിന് കാക്കുന്നതിന് ഉറക്കം തോന്നുകയില്ല, മയങ്ങില്ല. സങ്കീർത്തനം സങ്കീർത്തനം കാൽ വഴുതാൻ സങ്കീർത്തനം Psalm 121 sacred verse 3. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയുമില്ല. നോ ഡോസിങ്. ദൈവം ഉറക്കം തൂങ്ങുകയില്ല. നമ്മുടെ സോള് ഉറങ്ങാൻ പാടില്ല അല്ലേ? അപ്പൊ കാൽ വഴുതാൻ പരിശുദ്ധ റൂഹ സമ്മതിക്കില്ല. നമ്മൾ നമ്മളെ തന്നെ സറണ്ടർ ചെയ്യണം, സമർപ്പിക്കണം. അപ്പോൾ അല്ലേ? പരിശുദ്ധ റൂഹ തമ്പുരാനോട് എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ. ഓക്കെ. ജീസസ് പറഞ്ഞ കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കും. ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും, അനുസ്മരിപ്പിക്കും. ഈശോ തന്നെ പറഞ്ഞേ. അപ്പോൾ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും കൂടി ഓർമ്മിപ്പിക്കാൻ പറയുക. ഇപ്പം എനിക്ക് സമയമില്ല. ആഫ്റ്റർ സം ടൈം പ്ലീസ് ട്രൈ യുവർ ബെസ്റ്റ് ടു റിമൈൻഡ് മീ. അങ്ങനെയാണോ? Listening, obodire, obeying the voice of the Lord. Holy Spirit helps me to live a holy life. Holy life. What do you mean by holy life? HOLY. H stands for? പെട്ടെന്ന് ചോദിച്ചപ്പോൾ വണ്ടേ. Holy life. Holy എന്ന് വെച്ചാൽ എന്താ? H stands for? Humility. ഹ്യൂമിലിറ്റി, ഹംബിൾ. ഹോളിനെസ്സിൽ ഏറ്റവും ആദ്യം വരേണ്ടത് ഹ്യൂമിലിറ്റി. O stands for obedience. ഹ്യൂമിലിറ്റി, ഒബീഡിയൻസ്. ഇത് രണ്ടും വരുന്നത് എവിടെയാ? ഫിലിപ്പീൻസ് ചാപ്റ്റർ 2. ഈശോയുടെ അനുസരണവും എളിമയും. ഒബീഡിയൻസ് ആൻഡ് ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി ആൻഡ് ഒബീഡിയൻസ്. L stands for love. എല്ലാം ചെയ്തിട്ട് സ്നേഹമില്ലെങ്കിൽ ഒരു ഉപകാരമില്ല. നമ്മളെല്ലാം ചെയ്യും, പക്ഷെ സ്നേഹമില്ല. നല്ല കറി വെക്കും, ഉപ്പിട്ടിട്ടില്ല.
അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കി. സ്വീറ്റ് ഡിഷാണ്, പക്ഷെ അതിൽ സ്വീറ്റ് ഇടാൻ മറന്നു. സ്വീറ്റ് ഡിഷ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഹോളി ലൈഫ് എന്ന് പറഞ്ഞു. H stands for humility, O stands for obedience, L stands for love. Y stands for youthfulness. Y stands for yielding fruit. Yielding fruit. എല്ലാം ദൈവം തരാൻ റെഡിയാണ്. കൃപ തരാൻ റെഡിയാണ്. കൃപ അധ്വാനിക്കും. ഓൺലി തിങ് നമ്മളോട് ചോദിക്കുന്നത് കിട്ടിയത് ഉപയോഗിച്ചിട്ട് ഫലം പുറപ്പെടുവിക്കും. നീ മാനസാന്തരപ്പെട്ടോ? അപ്പം എന്താ പറയുന്നത്? മാനസാന്തരത്തിന് യോജ്യമായ ഫലം പുറപ്പെടുവിക്കും. അപ്പം ഈ ഹോളി ലൈഫിൽ ഫലം വരണം. അല്ലാതെ ഞാൻ ഹോളിയാണെന്ന് എല്ലാവരും വിശ്വസിക്കുക, ഫലമൊക്കെ എനിക്കറിയില്ല, ഇത് ഫലം ഉണ്ടാവാത്ത സീസണാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. ഹോളിനെസ്സിലെ എല്ലാ സീസണിലും ഫലം. സ്ട്രീം സൈഡ് റൂട്ടിങ്, ആറ്റുതീരത്തെ വേരൂന്നൽ, ഏത് സമയത്തും ഫ്രൂട്ട്. സോ ഇത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചതല്ല, ഓൺ ദ സ്പോട്ട് ഹോളി ലൈഫ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചോദിക്കാൻ തോന്നിയതാണ്. H stands for humility, O stands for obedience, L stands for love, Y stands for yielding fruit. Yielding good fruit. Yielding constant fruit. ഫലം പുറപ്പെടുവിക്കും. എനിക്ക് ഈ പരിശുദ്ധ തമ്പുരാൻ ഒരുപാട് ഗ്രേസസ് തരും ഈ ഹോളി ലൈഫ് തന്നെ ലീഡ് ചെയ്യാൻ, പരിശുദ്ധിയിലേക്ക് ഇങ്ങനെ നയിച്ചുകൊണ്ടേ. പരിശുദ്ധാത്മാവും കൃപയും. യേശു ക്രിസ്തു വഴി കൃപ ഉണ്ടായി, പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരും. ആ കൃപ സ്വീകരിക്കോ? സ്വീകരിച്ച് എന്ത് സംഭവിക്കും? ഹോളി ലൈഫ് കൃപ നമ്മിൽ അധ്വാനിക്കും, ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അങ്ങേതായിന്നെന്നെ മാറ്റേണമേ, അങ്ങേതായിന്നെന്നെ മാറ്റേണമേ, പുണ്യങ്ങളാത്മാവിൽ ചാർത്തേണമേ, പരിശുദ്ധിയാലെന്നെ നയിക്കേണമേ, ദൈവരാജ്യം ഭൂമിൽ വരുത്തേണമേ, പാവനരുഹായി ആരാധന. അപ്പോൾ ഹോളി ട്രിനിറ്റി ഫീസ്റ്റ് അല്ലേ നമ്മൾ ആഘോഷിച്ചു. പല വിശുദ്ധരുടെയും വിശുദ്ധരാവാൻ പോകുന്നവരുടെയും ഒക്കെ തിരുനാളുകൾ, ഫീസ്റ്റ് നമ്മൾ വളരെ ഗ്രാൻഡായിട്ട് ആഘോഷിക്കാറുണ്ട്. എത്രമാത്രം നമ്മൾ ഈ ഹോളി ട്രിനിറ്റി ഫീസ്റ്റ്, പരമപരിശുദ്ധ തൃത്വത്തിൻ്റെ ഫീസ്റ്റ് എത്രമാത്രം സൊലനിറ്റിയോടുകൂടി, എത്രമാത്രം ആഘോഷമായിട്ട്, എത്രമാത്രം സീരിയസ് ആയിട്ട്, എത്രമാത്രം പ്രാധാന്യം കൊടുത്ത് നമ്മൾ ആഘോഷിക്കുന്നു. ത്രിയേക ദൈവം, വൺ യൂണിറ്റി, വൺ കമ്മ്യൂണിയൻ, 3 persons, one God, 3 persons. ദൈവ കൂട്ടായ്മ, ദൈവത്തിൻ്റെ ഛായയാണത്. ദൈവ കൂട്ടായ്മയിൽ 3 വ്യക്തികൾ. അപ്പം നമുക്ക് പഠിപ്പിച്ചു തരാണ്, നമ്മൾ സൃഷ്ടിച്ചതും ദൈവത്തിൻ്റെ ഛായയിലാണ്, കൂട്ടായ്മയിലെ വ്യക്തികളായിട്ട്. അപ്പോൾ ആ ഹോളി യൂണിറ്റി ഓഫ് ദ ഹോളി ട്രിനിറ്റി ഇസ് ടു ബി സെലിബ്രേറ്റഡ്. യെസ് ഓർ നോ? ഓക്കെ. സോ ത്രിയേക ദൈവമേ ആരാധന, ആത്മാവിൽ വാഴുന്ന ത്രൈശുദ്ധനേ, ത്രിയേക ദൈവമേ ആരാധന.
How do you feel when you sing? പരമപരിശുദ്ധ ത്രിയേക ദൈവത്തിനെ ഹൃദയത്തിൽ അനുഭവിച്ചിട്ട് നമ്മൾ പാടാൻ. നമ്മളാരും പ്രൊഫഷണൽ സിംഗേഴ്സ് അല്ല. പ്രൊഫഷണൽ സിംഗേഴ്സാണ് അല്ല. ദൈവം തന്ന ചെറിയ കൃപ ഉപയോഗിച്ച് അത് വർദ്ധിപ്പിക്കാൻ അനുവദിച്ച് ആത്മാവിൽ എങ്ങനെ പാടാം, സ്പിരിറ്റിൽ എങ്ങനെ പാടാം. പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുന്നു. സങ്കീർത്തനത്തിൽ 7 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തെ അനുഭവിച്ച് ദൈവം തന്നെ തന്നിട്ടുള്ള ഈ ആത്മീയ കഴിവുകളും ദൈവം തന്നെ തന്നിട്ടുള്ള സ്വരം ഉപയോഗിച്ച് ദൈവത്തിനെ പാടിപ്പുകഴ്ത്തുന്നു. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ആ ലാസ്റ്റ് എൻഡിങ്. പിതാവേ യേശുവേ നാദ ആരാധന, പാവനരുഹായി ആരാധന, ത്രിയേക